കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 ഒരു വിഷ്വൽ സ്പെക്ടക്കിളാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സിനിമ റിവ്യൂ ചെയ്യണമെന്നുള്ള യാതൊരുവിധ ചിന്തയും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. രാവിലെ ഏർലി മോർണിംഗ് ഷോ, ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ ഏർലി മോർണിംഗ് ഷോയാണ് കാന്താര ചാപ്റ്റർ 1 കണ്ടത്. എനിക്കറിയില്ല, എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ നിറഞ്ഞുപോയി ഈ സിനിമ കണ്ടിട്ട്. കാരണം ഓരോ എവിടെ കൊടുക്കുന്ന ഇൻ്റർവ്യൂവിലും ഋഷഭ് ഷെട്ടി വളരെ 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 കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു സംഭവമാണ്. കാന്താര ഡീപ്ലി റൂട്ടഡ് ഇൻ കൾച്ചർ ആൻഡ് ട്രഡീഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫോക്ലോർ, മിത്ത്, അതിൻ്റെ ഒരു ഡിവൈൻ പ്രസൻസ്, എല്ലാ സംഭവങ്ങളും കംപ്ലീറ്റ്ലി മേർജ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇതിൽ ചേർക്കാൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഋഷഭ് എല്ലാ സ്ഥലത്തും. ഞാൻ ഏത് ഇൻ്റർവ്യൂ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, അല്ല, ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ക്രിയേറ്റേഴ്സ് എല്ലാവരും, ആക്ടേഴ്സും ക്രിയേറ്റേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും അതിനെ പറ്റിയിട്ട് പൊക്കി പറയുക എന്ന് പറയുന്നത് വളരെ വളരെ നോർമലാണ്. അവർ ചെയ്തേ പറ്റൂ, ഇത് പ്രൊമോഷൻ്റെ പാർട്ടല്ലേ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ദ കൈൻഡ് ഓഫ് എഫേർട്ട് വെൻറ്റ് ഇൻ ടു ദിസ് ഫിലിം. ഇതിലിപ്പോൾ ടെക്നിക്കലി ആണെങ്കിലും, അതുപോലെ തന്നെ ഇതിൻ്റെ VFX ആണെങ്കിലും, ഇനിയിപ്പോൾ ഇതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും, അതുപോലെ ഇതിൽ സ്റ്റോറീസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു, എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സ്റ്റോറികൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ വരുന്നപ്പോൾ കാദംബ ഒരു പുതിയ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട്. അതല്ലാതെ ഒരുപാട് ഇങ്ങനെ സ്റ്റോറികൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയും. അപ്പോൾ അത്രയ്ക്ക് റീസേർച്ച് ഉണ്ട് ഈ സംഭവത്തിൽ. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നതെങ്കിലും കന്നഡയൊന്നും മാറ്റാടാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു ഈ ത്രെഡുകളൊക്കെ ഒന്ന് ഇതായിട്ട് എടുക്കാനായിട്ട്, ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാനായിട്ട്. കാരണം അത്രയ്ക്ക് സ്റ്റോറികൾ വേണ്ടായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അത്രമാത്രം കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ വിഷ്വൽസ് ഇങ്ങനെ നമുക്ക് അത്രയും ഡെപ്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ಅಪ್ಪಯ್ಯ ಇದೇ ಜಾಗದಲ್ಲಿ ಎಂತಕ್ಕೆ ಮಾಯಾದದ್ದು? ಇದೇ ನಮ್ಮ ಮೂಲ ಮಗ. ನಮ್ಮ ಹಿರಿಯರೆಲ್ಲ ಇದ್ದದ್ದು ಇಲ್ಲೇ. ಅದೊಂದು ದೊಡ್ಡ ದಂತಕತೆ. ಎಂತ ದಂತಕತೆ? ಕಾರಣಿಕದ ಕಲ್ಲ ಅಂತ. ಯಾವಾಗೆಲ್ಲ ಮನುಷ್ಯ ಧರ್ಮದ ಕಡೆಗೆ ಸಾಕ್ತಾನ, ಧರ್ಮ ಕಾಪಾಡಲಿಕ್ಕೆ ಈಶ್ವರ ದೇವರು ಗಣಗಳನ್ನು ಕಳಿಸ್ತಾನೆ ಇರ್ತಾನೆ. അത്രയും ഒരു ഒറിജിനലായിട്ടും അത്രയ്ക്കും നമുക്ക് അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ഈ സിനിമയിലേക്ക് എനിക്ക് സേവിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഈ സിനിമയുടെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഡീവിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളുടെ അറ്റൻഷൻ ഫസ്റ്റ് ഹാഫിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഹ്യൂമർ കുറച്ച് ഓവറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് എഡിറ്റിംഗ് വേണ്ടതായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും. അതുപോലെ തന്നെ ചില ഏരിയകളിൽ ഒരു ചെറിയൊരു ഡ്രാഗിങ് വരുന്നത് വളരെ വളരെ കുറച്ചാട്ടോ, വളരെ മിനിമലാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ ഡ്രാഗിങ് വരുന്നുണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആളുകൾക്ക് പലർക്കും, ഞാൻ പുറത്തിറങ്ങി സംസാരിച്ച സമയത്ത് എവിടെയാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതെന്നാണ് അവർ ചോദിച്ചത്. അത് ശരിയാണ്, കാരണം നമുക്കത് ഫീൽ ചെയ്യില്ല. ആ രീതിയിലാണ് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ ചില മൈനർ പോർഷൻസ് ഇങ്ങനെ നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൽ തോന്നുമെന്നല്ലാതെ, അതും തോന്നുന്നൊന്നും കൂടി പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ കാരണം അവർ ഇങ്ങനെ വിഷ്വലി ഇങ്ങനെ അത്രമാത്രം കാര്യങ്ങൾ ഇങ്ങനെ വളരെ സ്വിഫ്റ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു വിഷ്വൽ, ഇതിൻ്റെ ഒരു സ്പെക്ടാക്കിളിലേക്ക് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മേർജ് ചെയ്ത് പോകുന്നൊരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്നും ആലോചിക്കാനൊന്നും സമയമില്ല സത്യം പറഞ്ഞു. ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് ഇതിൻ്റെ മ്യൂസിക് ഒട്ടും അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ നേരെ ഉൾട്ട എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അരവിന്ദ് കാശ്യപിൻ്റെ സിനിമാറ്റോഗ്രാഫിയുടെ കൂടെ തന്നെ, അതായത് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ട്രഡീഷണൽ മ്യൂസിക് വളരെ റിഫ്രഷിംഗ് ആയിട്ട് കൊണ്ടുവന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അദിനേഷ് ലോകനാഥിനെ നമുക്ക് ശരിക്കും സിനിമ കാണുമ്പോൾ നമുക്ക്
വല്ലാത്തൊരു ഒരു ഒരു നമുക്കൊരു അട്രാക്ഷൻ, ഭയങ്കരമായിട്ട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് ഇതിലുണ്ട്. എനിക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. ഇതുവരെ കണ്ട സംഭവങ്ങളായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രെയിലറിൽ അങ്ങനെ മ്യൂസിക് അങ്ങനെ കുറച്ച് നമ്മൾ അപ്പീലിങ് ചെയ്യാത്ത രീതിയിലുള്ള ട്രെയിലർ ഈ സിനിമ ഇറക്കിയില്ല എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അതായത് ചിലപ്പോൾ നമ്മൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഒന്നും അധികം കൊടുക്കാതെ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തിയേറ്ററിൽ കാണിക്കാനുള്ള ഒരു ഐഡിയ ആയിരുന്നു, അതും ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിരുന്നു എന്നറിയില്ല. എന്തായാലും സംഭവം കൊള്ളാം. ನಮ್ಮನ್ನು ನೋಡ್ಲಿಕ್ಕೆ ನೀವು ಬಂದಿದ್ದೀರಿ, ನಿಮ್ಮನ್ನು ನೋಡ್ಲಿಕ್ಕೆ ನಾವು ಬರಬಾರ್ದ? ಅದಕ್ಕೆ ಹತ್ರ ಬಂದದ್ದು. ಇದೆಲ್ಲ ನಿಮ್ಮೂರು ಗೊತ್ತಾದ್ರೆ ನೀವು ನಮ್ಮಲ್ಲೇ ಬಂದಿರಬೇಕಾಗ್ತದೆ. ನಮ್ಮ ಯುವರಾಣಿ ಒಟ್ಟಿಗೆ ಇರೋದು ನೋಡಿದರೆ ನಿಮ್ಮ ಸಿಂಹಾಸನದ ಮೇಲೆ ಕೂರುವ ಹಾಗೆ ಕಾಣ್ತಾ ಉಂಟು. കാന്താരയായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ട് തന്നെയാണ് സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് കാന്താര ആസ് എ ലാൻഡ്, കാന്താരയുടെ ഒറിജിനൽ സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾക്ക് കാന്താരയിൽ നമ്മൾ കണ്ട പോലത്തെ ഒരു ഇൻ്റർവെൽ പഞ്ച് ഇതിൽ വരുന്നത്. പക്ഷേ എനിക്കിതിലെ ഒരു പഞ്ച്, ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഡബിളായിട്ടാണ് ഫീൽ ചെയ്തത്. അതിനുശേഷം വളരെ കംപ്ലീറ്റ്ലി തിക്കൻറ്റും എന്താ പറയുക, കംപ്ലീറ്റ്ലി ടൈറ്റനായിട്ടാണ് ഈ സെക്കൻഡ് ഹാഫ് പോകുന്നത്. ഒരു ചെറിയ ഒരു ഡ്രോപ്പ് വരുന്നത് ടുവേർഡ്സ് ദ എൻഡാണ്. അതിലൊരു വാർ സീക്വൻസിൽ കുറച്ച് സമയം നമ്മൾ ഋഷഭിനെ കാണുമ്പോൾ കുറച്ച് നമുക്കൊരു ഡ്രാമ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അലർച്ചകളൊക്കെ ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഒന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട് എനർജി അതിൻ്റെ ഇടയിൽ ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞ് വീണ്ടും കാര്യമായിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അവസാനത്തെ കുറേ സീക്വൻസുകൾ വരുന്നത് ഇതിനെ കംപ്ലീറ്റ് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഓവറോൾ ഞാൻ പറഞ്ഞില്ല, ഇതൊരു സിനിമ മാർവൽ പോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ എനിക്ക് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല അപ്രിസിയേഷൻ ഉണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സിനിമയുടെ ഡയറക്ടർ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുക, അതിൽ ഏറ്റവും സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഈ ബർമ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അവതരിപ്പിക്കുക, അതിലൊരു കുറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്ര ഫിസിക്കലി എഫേർട്ട് വേണ്ട ഒരു ക്യാരക്ടറാണ്. എന്തോരം ആക്ഷൻ സീക്വൻസ്, എന്തോരം കാര്യങ്ങളുണ്ട് അതിൽ, എത്ര കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കാണുന്ന എല്ലാ മൂവ്മെൻറ്റിലും ഋഷഭ് ഷെട്ടി അതിൻ്റെ ഒരു പോയിൻ്റഡ് ആയിട്ട് കറക്റ്റ് ആ ഒരു മൂമെൻറ്റിലാണ് ആ ഒരു മൂവ്മെൻറ്റ് കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്താ പറയുക, നമ്മളെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സും ആക്ടിങ്ങും എല്ലാം. ഒരു സ്ഥലത്തും നമുക്ക് ഋഷഭ് ഷെട്ടി എന്താ പറയുക അഭിനയത്തിൽ ഡ്രോപ്പായെന്നോ അങ്ങനെയൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഒരേപോലെ ആ ക്യാരക്ടറിനെ അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മളുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്ന പോലെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ಆ ಎಲ್ಲ ಗಣಗಳು ಬಂದು ನೆಲೆಸಿದ್ದು ಈ ಪುಣ್ಯ ಮಣ್ಣಿನಲ್ಲಿ. ಪೆರ್ಮೆ ಬಂದದ್ದು ಸ್ವಲ್ಪ ತಡ ಆಯ್ತಾ ಅಂತ ಅಲ್ಲ. ಕಾಂತಾರದ ಒಳಗೆ ಯಾವತ್ತೂ ಹೋಗ್ಬೇಡಿ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതിൽ സെറ്റുകളാണ്. എനിക്ക് നല്ല ഒറിജിനലായിട്ടാണ് സെറ്റുകൾ തോന്നിയത്. എസ്പെഷ്യലി ആ ഒരു കൊട്ടാരം ഒക്കെ കാണിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്ത പോലത്തെ സെറ്റുകളാണ്. അതുപോലെ തന്നെയാണ് അതിൽ ഈ ജയറാം ആണ് രാജാവായിട്ട് വരുന്നത്. അപ്പോൾ ജയറാമും അതുപോലെ തന്നെ ഗുൽഷൻ ദേവയ്യ, നമ്മളെ രുക്മിണി വസന്ത്, ഇവരെല്ലാവരും, കനകാവതി എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഇവരെല്ലാവരും ഈ രാജകൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവർ വരുന്ന ഷോട്ടുകളിലൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരു ഒറിജിനൽ ഒരു പാലസിൽ സംഭവിക്കുന്ന സംഭവങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും ഡ്രാമയൊന്നും ഫീൽ ചെയ്യില്ല. അത്ര ലിമിറ്റഡ് ആയിട്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ഈ കൊട്ടാരത്തിലെ സെറ്റുകളൊക്കെ എന്താ പറയുക അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ കാടിൻ്റെ ഉള്ളിൽ ഇവരുടെ കാന്താര എന്ന് പറഞ്ഞ ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും അതേപോലെ തന്നെയാണ്, ഈക്വലി അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ്. പൊട്ടു കടലി ಎಂತ ಮಣ್ಣು ಸಹ ಇಲ್ಲವ, ಎಲ್ಲ ಬರಿ ಕತೆ. ಇನ್ನು ಮುಂದೆ ನಾವು ಬೆಳೆದಲ್ಲಿ 3ನೇ ಪಾಲ ಗಡಿಯಲ್ಲಿ ಇಡ್ಲಿಕ್ಕಿಲ್ಲ. മറ്റ് ആക്ടേഴ്സിൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമ്മളുടെ ജയറാമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കേട്ടോ ജയറാമിനെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ഋഷഭ് ഷെട്ടിക്ക് മാത്രമുള്ളൊരു കഴിവായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഗുൽഷൻ ദേവയ്യയുടെ ക്യാരക്ടർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രകാശ് തുമ്പിനാട് പിന്നെ ഹ്യൂമറായിട്ട് വരുന്നു.
അതുപോലെ തന്നെ രുക്മിണി വസുധയുടെ ക്യാരക്ടർ, എനിക്കെന്ത് ഈ കോസ്റ്റ്യൂംസൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ട് എല്ലാവരുടെയും. ഇപ്പോൾ പിന്നെ ഋഷഭ് ഷെട്ടിയുടെ വൈഫായിട്ടുള്ള പ്രഗതിയാണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. നല്ല കോസ്റ്റ്യൂം ഡിസൈനാണ്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പേരറിയാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരേപോലെ നിന്നിട്ട് പിന്നെ പുൾ ഓഫ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും അപ്രിസിയേഷൻ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ പരമാവധി, അതായത് മോസ്റ്റ് ഓഫ് ദ ഷോട്ടുകളിലും ക്ലിയർലി വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. എനിക്കിതിൽ ബ്രഹ്മരക്ഷസ് ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റോറി നമുക്ക് കുറച്ച് അതിൻ്റെ ഇടയിൽ ഒന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കയറ്റിയ പോലെ തോന്നുന്നൊരു സംഭവമാണ്. അതെനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബാക്കി സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു എന്താ പറയുക ഒരു ക്രിറ്റിസിസം പറയാനുള്ള രീതിയിലുള്ള ഒരു ഡ്രോപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നിയത്. അപ്പോൾ കാന്താരയുടെ ഒരു പ്ലോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊരു ഭയങ്കര എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തൊരു സിനിമയാണ്. നല്ല വിഷ്വൽ മാർവൽ പോലെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഈ സിനിമ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആക്കില്ല. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്. ഒരാളും ഇത്തരം സിനിമകൾ ഒ ടി ടിയിലൊക്കെ കാണുന്ന തന്നെ ഒരു സിനിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ಯಾವಾನೋ ಬೆಂಕಿನ ಕಟ್ಟಿ ಹಾಕೋದು ಬೆಂಕಿಲೆ ಹುಟ್ಟಿದ್ದು ಎಲ್ಲ ಸಂಕಲೆ ಯಾವಾನೋ ಕಾಂತಾರ ಹುಟ್ಟ ಬಂದದು ಇಲ್ಲಿಗೆ ಬಂದದ್ ಮಾತ್ರ ಅಲ್ಲ, ಇಲ್ಲೇ ನೆಲೆಸಿದ್ರು. ಈಗ ಸಹ ಇದ್ದಾರಾ?